വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. സീറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ വിമത വിഭാഗം പ്രതിഷേധിക്കുകയാണ്. ഏകീകൃത കുർബാന നിർബന്ധമാക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ആവശ്യം. സർക്കുലർ കത്തിച്ചും ചവറ്റുകൊട്ടയിലിട്ടുമാണ് പ്രതിഷേധം. ഡാനി പോൾ ഉണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഡാനി, തർക്കം രൂക്ഷമാകുകയാണല്ലോ. ഇങ്ങനെ തുടർന്നാൽ അത് വലിയ പ്രതിസന്ധിക്കിടയാക്കില്ലേ? കുർബാന ഏകീകരണ വിഷയം സിറോ മലബാർ സഭയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ സങ്കീർണതകളിലേക്ക് കടക്കുകയാണ്. ജൂലൈ മാസം, അടുത്ത മാസം 4-ാം തീയതി മുതൽ കർശനമായി നടപ്പാക്കണം. അല്ലാത്ത പക്ഷം അവർക്കെതിരെ ഇത് ചൊല്ലാത്ത, പുതിയ കുർബാന ക്രമത്തിലേക്ക് വരാത്ത വൈദികർക്കെതിരെ കർശനമായ നടപടികളുണ്ടാവും. അവർ സഭയിലുണ്ടാകില്ല എന്നാണ് ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ പറയുന്നത്. എന്നാൽ ഈ സർക്കുലറിനെതിരെ തന്നെ പ്രതിഷേധം വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് പ്രതിഷേധം നേരത്തെ മുതൽ തന്നെയുള്ളത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വലിയ വിഭാഗം വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളും ഈ സർക്കുലറിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിക്കേണ്ടതാണ്, എന്നാൽ തങ്ങളിത് പള്ളികളിൽ വായിക്കില്ല എന്ന് വലിയൊരു വിഭാഗം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവർ ഇതിന്റെ പ്രതിഷേധത്തിലേക്ക് വരികയും ഈ സർക്കുലർ ഇവിടെ അവർ അത് ഇവിടെ കീറി എറിയുകയും എല്ലാം തന്നെ ചെയ്തത്. വിശ്വാസികൾ ഒരു ഭാഗം നമുക്കൊപ്പം തന്നെ എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്? എന്താണ് ഈ സർക്കുലറിനെതിരെ ഞങ്ങളുടെ നിലപാട്? ഇനി ഉറച്ചു തന്നെ പോവും. നമ്മുടെ സുവിശേഷം തന്നെ പറയുന്നത് വേർപിരിഞ്ഞു പോകുന്ന കുഞ്ഞാടൻ തേടി പോകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ മേലെ ഇരിക്കുന്ന മേലധ്യക്ഷന്മാർക്ക് നമ്മളോട് അങ്ങനൊരു കടപ്പാടില്ല എന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു തന്നെ പോവും. ഇതുപോലെയാണ് പ്രതികരണങ്ങൾ. കാരണം ഈ ഒരു സർക്കുലറിനെ അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക തീരുമാനങ്ങളെ, നിലപാടുകളെ വിമർശിക്കുന്നവർ, എതിർക്കുന്നവർ എല്ലാവരും തന്നെ ഇങ്ങനെയൊരു വരുന്ന നാളുകൾ കൂടുതൽ കലുഷിതമാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഇടവകകളിലും സർക്കുലർ ഇന്ന് വായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും പ്രതിഷേധം വളരെ ശക്തമായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അത് ഇത് കീറിയെറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അത് സർക്കുലർ കത്തിച്ചുകൊണ്ടോ ഉള്ള പ്രതിഷേധങ്ങൾ പല ഇടവകളിലും തന്നെ നടക്കുകയുണ്ടായി. അതേസമയം സർക്കുലർ വായിക്കാത്ത പള്ളികളിൽ തങ്ങൾ അത് പള്ളിക്ക് പുറത്തുനിന്ന് വായിക്കുമെന്നാണ് ഔദ്യോഗിക പക്ഷത്തെ പിന്തുണയ്ക്കുന്ന വിശ്വാസികളുടെ സംഘം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കുർബാന ഏകീകരണ വിഷയത്തിൽ സിറോ മലബാർ സഭയിൽ നാളുകൾക്ക് ശേഷം വീണ്ടും സങ്കീർണതകൾ വർദ്ധിക്കുകയാണ്. ഇനി ഒരെണ്ണം കൂടെ കത്തിക്കാനുണ്ടോ? അത് മറ്റേ റോമിലേക്ക് അയച്ചു പലതും കത്തിക്കാനുണ്ട്. കത്തട്ടെ, അങ്ങനെ കത്തട്ടെ. സർക്കുലർ അങ്ങനെ കത്തട്ടെ. വ്യാജ സർക്കുലർ കത്തട്ടെ. താഴ്ത്തിട്ടോ 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 താഴ്ത്തിട്ടോ. എവിടെ സിറോ മലബാർ സഭ പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. സർക്കുലർ ചവിട്ടുകൊട്ടയിൽ വലിച്ചെറിഞ്ഞാണ് വിമത വിഭാഗം പ്രതിഷേധം നടത്തുന്നത്. വിവരങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട്. അർച്ചന, ഇത് പ്രതിഷേധത്തിലേക്ക് പോകും, ഒരു വിഭാഗം തടയും എന്ന് നേരത്തെ സൂചന ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതിഷേധം ഏത് രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്?
പ്രിയ, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഓരോ പള്ളികളിലും നടക്കുന്നത്. ഇപ്പോൾ എളംകുളം പള്ളിയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും ഏകീകൃത കുർബാന സർക്കുലർ പൂർണ്ണമായും തള്ളുകയാണ് ഈ വിഭാഗം വിശ്വാസികൾ. ഇന്ന് എല്ലാ പള്ളികളിലും സർക്കുലർ വായിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ സർക്കുലർ ചവിട്ടുകൊട്ടയിലിട്ടാണ് ഇപ്പോൾ ഒരു വിഭാഗം വിശ്വാസികൾ ഇപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. പ്രധാനമായും ഇന്ന് കുർബാന കഴിഞ്ഞ് ഈ സർക്കുലർ വായിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. മാത്രമല്ല ഒരു പള്ളികളിലും ഇത്തരത്തിൽ സർക്കുലർ വായിക്കില്ല എന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. ഇന്ന് എല്ലാ പള്ളികളിലും ഏകീകൃത സർക്കുലർ വായിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പല വിശ്വാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം? പ്രതിഷേധം ശക്തമാക്കാനായിട്ട് സർക്കുലർ ഒരു പള്ളികളിലും സർക്കുലർ വായിക്കില്ല, വായിപ്പിക്കില്ല. ഒരു സർക്കുലറും വായിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ വൈദികരാരും ഇത് വായിക്കുകയില്ല. ഒരു പള്ളികളിലും ഇത് വായിച്ചിട്ടില്ല. ഇനി ഇന്ന് ദിവസം ഈ ഒരു വായിക്കില്ല. ജൂലൈ 3-ാം തീയതിയോടുകൂടി കുർബാന നടത്തിയില്ലെങ്കിൽ അവർ ഈ വൈദികരെ പിരിച്ചുവിടുമെന്നാണ്. അവരുടെ വീട്ടിലുള്ള മുതലൊന്നും അല്ല ഈ വൈദികര്. ഓരോ കുടുംബത്തിലും വൈദികർ അവരുടെ പിതാക്കന്മാര് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാണ്ട് ഈ മെത്രാന്മാർക്ക് വേണ്ടിയിട്ടുണ്ടായതല്ല വൈദികര്. അവര് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, തമ്പുരാൻ കർത്താവിന് വേണ്ടിയിട്ട് അവർ ബലിയർപ്പിക്കുന്നതാണ്. അല്ലാണ്ട് മെത്രാന്മാർക്ക് വേണ്ടിയിട്ടല്ല ഇത്. അപ്പൊ അവരുടെ തീരുമാനങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ ജനങ്ങളോടൊപ്പം ഈ വൈദികര് എന്ന് ജനങ്ങളിൽ നിന്ന് മാറുന്നുവോ അന്നേ ഞങ്ങളും മാറുള്ളൂ. ഞങ്ങളുടെ വൈദികരാണത്. ഒരിക്കലും ഇതിന് ഒരു മെത്രാന്മാരുടെ ഒരു തീരുമാനത്തിനും ഞങ്ങളെ വൈദികർ വിട്ടുകൊടുക്കില്ല. ഞങ്ങളും തിരിഞ്ഞു പോകത്തില്ല. കുർബാന നടപ്പിലാക്കണമെന്നാണ് സർക്കുലർ പറയുന്നത്. അത് പൂർണ്ണമായും തള്ളുകയാണോ? മനസ്സിലായില്ല. ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നാണ് സർക്കുലർ പറയുന്നത്. അത് പൂർണ്ണമായും തള്ളുകയാണ് വിശ്വാസികൾ? പൂർണ്ണമായിട്ടും ഞങ്ങൾ തള്ളുകയാണ്. അങ്ങനെ ഒരു ഏകീകൃത കുർബാനയുടെ ആവശ്യമില്ല. 60 വർഷമായിട്ട് ഞാനൊക്കെ കണ്ടു വളർന്നു വന്ന ഒരു കുർബാനയാണ്. ഞങ്ങള് 60 വർഷമായിട്ട് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുർബാന. 52 വയസ്സുള്ള എനിക്ക് ഓർമ്മയുള്ള കാലം പോലെ കണ്ടുവരുന്ന ഒരു കുർബാന, ആ കുർബാന പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞത് അത് പഴയ നിയമത്തിലെ കുർബാനയിലേക്ക് പോകാനാണ് ഇവർ പറഞ്ഞത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ വെറും വേസ്റ്റാണ്. ഈ പിതാക്കന്മാരും ഉണ്ടും തിന്നും സുഖലോപ ജീവിതം നയിക്കുന്ന ഇവർ പറയുന്നതാണോ ഞങ്ങൾ കേൾക്കേണ്ടത്? അതോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ വൈദികർ പറയുന്നതാണോ? അതാണോ വേണ്ടത്? താങ്ക് യു. ഇത്തരത്തിൽ പൂർണ്ണമായും ഈ സർക്കുലറിനെ തള്ളുന്നൊരു സമീപനം തന്നെയാണ് ഇപ്പോൾ വിശ്വാസികൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല ഒരു പള്ളികളിലും ഇത്തരത്തിൽ സർക്കുലർ വായിക്കില്ല എന്ന കർശന തീരുമാനവും ഇവർ കൈക്കൊണ്ടിട്ടുണ്ട്. മാത്രമല്ല ജൂലൈ 16-ന് മുഴുവൻ പള്ളികളിലും ഈ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായി ഈ വിമുക്ത വിഭാഗം വിശ്വാസികൾ തള്ളുകയാണ്. മാത്രമല്ല ഈ സർക്കുലർ കത്തിച്ചും അതുപോലെ ചവിറ്റുകൊട്ടയിലും ഇട്ടുമാണ് ഇത്തരത്തിൽ വിശ്വാസികൾ പ്രതിഷേധിക്കുന്നത്. നമുക്കറിയാം ഇന്ന് അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും ഈ സർക്കുലർ വായിച്ച് സത്യവാങ്മൂലം ചൊല്ലിക്കൊടുക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ പള്ളികളിലും ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഇനി ഈ ബസിലിക്ക പള്ളിയിൽ, അതായത് കാലങ്ങളായി അടഞ്ഞു കിടക്കുന്ന ബസിലിക്ക പള്ളിയിലും ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുമെന്ന് ഈ വിമത വിഭാഗം വൈദികർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ സർക്കുലർ കത്തിച്ചായിരിക്കും എന്തായാലും പ്രതിഷേധം നടക്കുക. എന്തായാലും ഇത്തരത്തിൽ ഒരു വിഭാഗം വിശ്വാസികൾ പൂർണ്ണമായും ഇതിനെ തള്ളുകയും മാത്രമല്ല ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. പ്രിയ, അർച്ചന, ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ തങ്ങൾ ഒരു കാരണം വെച്ചാലും ഈ ഒരു കുർബാന സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സർക്കുലർ വായിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അത് വായിപ്പിക്കാൻ സമ്മതിക്കില്ല. കാലങ്ങളായി തങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ മാറ്റാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. പള്ളികളിലൊക്കെയും ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ? ഈ ഒരു പ്രതിഷേധം, അതിന്റെ പരിപാടികളൊക്കെയും നീട്ടാൻ തന്നെയാണോ അവർ ഉദ്ദേശിക്കുന്നത്?